കളവ് പറയാത്ത, വഞ്ചന നടത്താത്ത, അക്രമം ചെയ്യാത്ത, സാമ്പത്തിക ക്രമക്കേട് നടത്താത്ത, അവിഹിത സെക്സുകളിൽ ഏർപ്പെടാത്ത, ലഹരി ഉപയോഗിക്കാത്ത ഒരു നല്ല മനുഷ്യനായി മാറാൻ വേണ്ടിയാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അതിനുള്ള വഴികാട്ടിയായി മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. എല്ലാവരും നല്ലവരാണെങ്കിൽ ഞാനും നല്ലവൻ തന്നെ. അതല്ല, എല്ലാവരും മോശമാണെങ്കിൽ ഞാനും മോശക്കാരൻ എന്നുള്ള മൈൻഡ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ തകൂനു ഇംഅതൻ വതിനു അൻഫുസകും. നിങ്ങൾ ഇംആത്തുകളായി മാറരുത്. എല്ലാവരും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ് എന്നുള്ള ആ നിലപാടിലേക്ക്, ആ മൈൻഡിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. വതിനു അൻഫുസകും, നിങ്ങളെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിനൊരു മഹത്വമുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ആ തറവാടിനൊരു മഹത്വമുണ്ട്, ഒരു പവറുണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ നോക്ക്, നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തില് SSLC പരീക്ഷ കഴിഞ്ഞ് അന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു മെസ്സേജ് രക്ഷിതാക്കൾക്ക് വന്നു. എന്തായിരുന്നു മെസ്സേജ്? നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളണമെന്ന്. LKGക്ക് പഠിക്കുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ SSLC പരീക്ഷ കഴിഞ്ഞ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളണമെന്ന്. ഇതൊരു അഭിമാനമൊന്നല്ല, ഇത് അപമാനമാണ്. ആർക്ക്? കേരളത്തിലുള്ള ഓരോ രക്ഷിതാവിനും അപമാനമാണിത്. കേരളത്തിലുള്ള ഓരോ വിദ്യാർത്ഥിക്കും അപമാനമാണിത്, അഭിമാനമല്ല. എന്തുകൊണ്ടെന്നാൽ അത്രയും തരം താണു പോയിട്ടുണ്ട് നമ്മൾ. അത്രയും അക്രമ വാസനയുള്ളവരായി നമ്മുടെ കുട്ടികൾ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിയുകയും സ്നേഹവും സൗഹൃദവും നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം.